അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമാണ് പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മൾ എപ്പോഴും എന്തിലായിരിക്കണം? ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. എന്താണ് ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുന്നുണ്ട്? പരിശുദ്ധ ത്രിത്വം വസിക്കുന്നുണ്ട് അല്ലേ? സപ്തഹർമ്മ്യം 7-ാം സദനത്തിൽ ആര് വസിക്കുന്നുണ്ട്? പരിശുദ്ധ ത്രിത്വം പ്രകാശത്തോടെ വസിക്കുന്നുണ്ട്. ആ വസിക്കുന്ന ദൈവത്തിന്റെ പ്രകാശം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ സാന്നിധ്യത്തെ ഓർക്കാറില്ല. കൂടെ നടക്കുന്ന ഉള്ളിൽ വസിക്കുന്ന ആളെ നമ്മൾ അവഗണിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾ ചോദിക്കാറില്ലേ, ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വല്ല ഓർമ്മ ഉണ്ടോ? ഇല്ലേ, ചോദിക്കാറില്ലേ? ഓ, നമ്മളെയൊക്കെ ഇപ്പൊ ഓർമ്മ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. അതിനുമപ്പുറം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുമുഖത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് അവൻ സ്രഷ്ടാവായ പിതാവായ ദൈവത്തിന്റെ ഛായയാണെന്നാണ്.